നമ്മൾക്കെങ്ങനെ കോപത്തിനെ നിയന്ത്രിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്നൊന്ന് ചർച്ച ചെയ്യാം. പ്രധാനമായി 2 സന്ദർഭങ്ങളിലാണ് നമുക്ക് കോപമുണ്ടാകുന്നത്. ഒന്നാമത്, നമുക്കെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെങ്കിലോ ശാരീരിക പ്രശ്നമുണ്ടെങ്കിലോ പിന്നെ നമ്മൾ കാണുന്നവരോടെല്ലാം അതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. അവരോട് ദേഷിച്ചും കയർത്ത് സംസാരിച്ചും അപ്രിയമായി സംസാരിച്ചുമെല്ലാം, ഇല്ലേ? സഹപ്രവർത്തകരായാലും വീട്ടുകാരായാലും എന്തിന് റോഡിലിറങ്ങിയാൽ ആരെങ്കിലും ഹോണടിച്ചാൽ പോലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാലും എല്ലാം നമ്മൾ അവരെ ശപിച്ചും വഴക്കിട്ടും അങ്ങനെ ഒരവസ്ഥയിൽ കോപമുണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ എപ്പോഴും കോപമുണ്ടാകുന്ന പ്രകൃതമാണെങ്കിൽ നമ്മൾ ഇടിച്ചു താഴ്ത്തുന്നത് നമ്മളുടെ വ്യക്തിത്വത്തെ തന്നെയാണ്. അത് വേണോ എന്നൊന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ ദിവസവും ആത്മപരിശോധന ചെയ്യുമ്പോൾ, യോഗം ചെയ്യുമ്പോൾ അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് ആവർത്തിച്ച് ചിന്തിക്കണം. ആ സന്ദർഭത്തിൽ എനിക്ക് എങ്ങനെ കുറച്ചുകൂടി നല്ലതായി പെരുമാറാമായിരുന്നു? അങ്ങനെ സ്വയം പാഠം പഠിക്കണം. അടുത്ത പ്രാവശ്യം സമാനമായ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പെരുമാറാൻ പറ്റും. ഇല്ലെങ്കിൽ ലോകരെല്ലാവരും നമ്മളെ വഴക്കാളിയെന്നോ അടുപ്പിക്കാൻ കൊള്ളാത്ത വ്യക്തിയെന്നോ അങ്ങനെ മുദ്ര കുത്തപ്പെടും. അങ്ങനെ എല്ലാവരും നമ്മളിൽ നിന്ന് അകലും. അത് വേണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. രണ്ടാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും അടുത്ത മാനസികമായും നല്ല ഒരു ബന്ധുവോ മിത്രമോ ആയിക്കൊള്ളട്ടെ, പെട്ടെന്ന് ഒരു കാരണവും നമുക്കറിയില്ല, അവർ നമ്മളോട് ദേഷിക്കുകയോ എന്തെങ്കിലും മോശമായി പെരുമാറുകയോ ചെയ്താൽ നമുക്ക് വിഷമമുണ്ടാകും. സ്വാഭാവികമില്ലേ? പക്ഷേ ആ വിഷമം കോപത്തിലോട്ട് പോകുമ്പോൾ അവർ എങ്ങനെയാണോ പ്രതികരിച്ചത് അതേ വേഗതയിൽ തന്നെ നമ്മൾ തിരിച്ചും പ്രതികരിക്കുകയാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത ബന്ധം അവിടെ തിരശ്ശീല വീഴും. അത് വേണമോ എന്നൊന്ന് ആലോചിക്കണം. നമ്മൾ അവരോട് തിരിച്ച് കയർത്ത് സംസാരിച്ചില്ലെങ്കിലും എല്ലാ നിമിഷവും നമ്മൾ എന്തുകൊണ്ടായിരിക്കും അവർ നമ്മളോട് അങ്ങനെ പെരുമാറിയത്, സംസാരിച്ചത് എന്ന് ചിന്തിച്ചു കൊണ്ടേയിരിക്കും. എന്നിട്ട് ഏറ്റവും അടുത്ത ആൾക്കാരോടെല്ലാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, ഇല്ലേ? അങ്ങനെ ഓരോ പ്രാവശ്യവും ആ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ വേദന കൂടുമോ കുറയുമോ? അതെല്ലാം വേദന കൂട്ടാനുള്ള ഒറ്റമൂലിയാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? അന്ന് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സന്ദർഭത്തിൽ ആ സിറ്റുവേഷൻ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ചിന്തിക്കണം. എന്നെ വേദനിപ്പിച്ചു, ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എന്നോടങ്ങനെ പെരുമാറാമോ? അവിടെ ഞാൻ എന്നോട് നമ്മളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അതും ഈഗോയുടെ വലിയ ഒരു അടിവേരാണ്. അതിനെയാണ് നമ്മൾ ആദ്യം തച്ചുടയ്ക്കേണ്ടുന്നത്. എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ സംസാരിച്ചത്, എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പെരുമാറിയത് എന്ന് നമ്മൾ നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റിപ്പിടിക്കണം. തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കുന്നതിന് മുമ്പ് അയാൾക്കുണ്ടായ എന്തെങ്കിലും മാനസിക സമ്മർദ്ദമോ പ്രശ്നമോ നമുക്കറിയില്ല. ഒരുപക്ഷെ അതാകാൻ കാരണം. അതല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ട്രിഗർ ഉണ്ടാക്കുന്ന ചോദ്യമായിരിക്കും ഞാൻ ചോദിച്ചത്, നമുക്കറിയില്ല. അയാൾക്കത് ഇഷ്ടപ്പെടാത്തയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഭൂതകാല കയ്പ് നിറഞ്ഞ ഒരു അനുഭവമുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചതെങ്കിൽ പെട്ടെന്ന് അയാൾക്ക് ദേഷ്യം വന്നതായിരിക്കും. അതുമല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും മോശമായി ആരെങ്കിലും അയാളോട് പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതിൻ്റെ കാരണമായിരിക്കും. എന്തായാലും ഇങ്ങനെ പല പല കാരണങ്ങളായിരിക്കാം എന്ന് ചിന്തിക്കുന്നതല്ലാതെ നമുക്കറിയില്ലല്ലോ എന്താണ് സത്യമെന്ന്. തീർച്ചയായിട്ടും ഒരു സന്ദർഭം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അപ്പം തന്നെ ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കുക. അപ്പോൾ അതിന് ചോദിക്കാൻ പറ്റിയ സാഹചര്യമല്ലെങ്കിൽ കാത്തിരിക്കുക. സന്ദർഭം വരുമ്പോൾ അയാളോട് തന്നെ അങ്ങനെ പെരുമാറിയതിൻ്റെ കാരണം ആരായുക. വലിയ ഒരു തെറ്റിദ്ധാരണ ചിലപ്പോൾ ഒഴിവാക്കപ്പെടും. നമ്മൾ വർഷങ്ങളായി ഉണ്ടാക്കിയ നല്ലൊരു സൗഹൃദമായിരിക്കും സംരക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും രണ്ടാമത് ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ ആ സൗഹൃദത്തിന്റെ ഊഷ്മളത കൂടുകയേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്? നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ അനുഭവം എന്താണ് ഈ വിഷയത്തെക്കുറിച്ച്? തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾക്കും കേട്ടുകൊണ്ടിരുന്ന കാതുകൾക്കും നന്ദി, സ്നേഹം.